45 എന്നുള്ളത് പ്രധാനപ്പെട്ട സമയമാണ്. 1:45 കോടതിയിൽ പല കാര്യങ്ങൾ ബോബി ചെമ്മണ്ണൂർ വിശദീകരിക്കേണ്ടി വരും. ഇന്നലെ എന്തുകൊണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയില്ല, ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം നടത്തിയ പ്രതികരണം, അതിൽ റിമാൻഡ് തടവുകാർക്ക് വേണ്ടി താൻ അവിടെ തുടരുന്നു എന്ന് പറഞ്ഞ വാദം, ഇതൊക്കെ തന്നെയും വിശദീകരിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അത് വിശദീകരിക്കുമ്പോൾ താൻ കോടതിയെ വെല്ലുവിളിച്ചതാണ് എന്നുള്ള കാര്യം ബോബി മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് കോടതി. അതാണ് അതിരൂക്ഷമായി വിമർശനമായി തന്നെ വന്നത്. കോടതിയോട് കളിക്കരുത് എന്ന് പലതവണ ആവർത്തിച്ചു. കോടതിക്ക് മുകളിലാണോ ബോബി ചെമ്മണ്ണൂർ എന്ന് കോടതി ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. അല്പസമയത്തിനകം വാർത്താ സമ്മേളനം എന്നാണ് നേരത്തെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നത്. 12:15 വാർത്താ സമ്മേളനം എന്നുള്ള വിവരം അറിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സമയം മാറ്റി എന്നുള്ള വിവരം കൂടിയുണ്ട്. ജേസൺ വിവരങ്ങളുമായി. ജേസൺ, വാർത്താ സമ്മേളനം കോടതിയിൽ കേസ് പരിഗണിക്കുന്ന ആ സമയത്ത് തന്നെയാണ് വാർത്താ സമ്മേളനം ബോബി ചെമ്മണ്ണൂർ വിളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റിവെക്കേണ്ടി വന്നിരിക്കുന്നു. അതായത് 1:45 ആ വാർത്താ സമ്മേളനമൊക്കെ നടത്താൻ ബോബി ചെമ്മണ്ണൂർ സാധിക്കുമെന്ന് കൂടി അറിയേണ്ടതുണ്ട്. കാരണം മാപ്പ് അപേക്ഷയുമായിട്ടാണ് 1:45 കോടതിയിൽ എത്തുക. ആ മാപ്പ് പരിഗണിക്കണോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കും. കാരണം ആദ്യം പറഞ്ഞ മാപ്പ്, ആ മാപ്പ് ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. താൻ ചെയ്ത തെറ്റിൽ ഖേദമുണ്ടോ എന്നുള്ളതാണ് കോടതി പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് ജയിലിന് പുറത്തേക്ക് ഇറങ്ങി നടത്തിയ പ്രതികരണത്തെക്കുറിച്ച് കോടതി ചോദിച്ചത്. ജേസൺ ചാമളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, അല്പം മുമ്പ് വാർത്താ സമ്മേളനം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു, അതായത് കേസ് പരിഗണിക്കുമ്പോൾ തന്നെ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കാണാനുള്ള പരിപാടിയായിരുന്നു. എല്ലാ പദ്ധതികളും പാളുകയാണല്ലോ. ആരാണ് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഉപദേശകൻ എന്നുള്ളതാണ് അറിയേണ്ടത്. വാർത്താ സമ്മേളനം 4 മണിയിലേക്ക് മാറ്റിയല്ലേ? അതെ, 12 മണിക്ക് തൃശ്ശൂർ വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരുന്നു ബോബി ചെമ്മണ്ണൂർ. അതിനു മുമ്പ് നാം ഫോണിലൂടെ ബോബി ചെമ്മണ്ണൂരുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, ഫോണിലൂടെ മാത്രമേ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുള്ളൂ. കോടതിയുടെ നടപടികൾ അറിയട്ടെ എന്നതായിരുന്നു പ്രധാനമായും അപ്പോൾ പറഞ്ഞിരുന്നത്. പിന്നീട് 11:36 പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് എന്ന അറിയിപ്പ് പ്രസ് ക്ലബിൽ നിന്ന് വരുന്നത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും മാറ്റിയിരിക്കുന്നു. 4 മണിക്ക് വാർത്താ സമ്മേളനം നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പ് കോടതിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ 4 മണിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഏതായാലും നേരത്തെ സ്മൃതി പരുത്തിക്കാട് സൂചിപ്പിച്ച പോലെ ആരാണ് ഇദ്ദേഹത്തിന്റെ ഉപദേശകൻ എന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി നടന്ന സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ അത്തരത്തിലുള്ള ഉപദേശങ്ങളിൽ വരുന്ന പിഴവുകളുണ്ടോ എന്നത് പോലും സംശയിക്കുന്ന രീതിയിലാണ്. ഒരു കേസ് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ പരിഗണിക്കുന്ന സമയത്ത് കോടതി അതിഗൗരവമായ നിരീക്ഷണങ്ങളും വിമർശനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാർത്താ സമ്മേളനം വിളിക്കാൻ, ആ വാർത്താ സമ്മേളനം വിളിക്കാൻ നൽകുന്ന ഉപദേശം, അതൊക്കെ ആരാണെന്നതാണ് നേരത്തെ സ്മൃതി ചോദിച്ച പോലെ തന്നെ നമുക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും 12 മണിക്ക് വാർത്താ സമ്മേളനമില്ല, 4 മണിക്ക് നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സ്മൃതി, ശരി, 4 മണിക്ക് വാർത്താ സമ്മേളനം നടത്താൻ ബോബി ചെമ്മണ്ണൂരിന് കഴിയുമോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. കോടതി എടുക്കുന്ന നിലപാട് അതിൽ പ്രധാനമാണ്. മാപ്പപേക്ഷ കോടതി സ്വീകരിക്കുമോ എന്നുള്ളതാണ്. ജയിൽ നൽകുന്നത് ഒരു തരത്തിൽ മാനസാന്തരം ഉണ്ടാകാനാണ്. ആ മാനസാന്തരം ബോബി ചെമ്മണ്ണൂരിന് സംഭവിച്ചിട്ടില്ല എന്നാണ് കോടതിയുടെ മനസ്സിലാക്കൽ എന്നാണ് തോന്നുന്നത്. കാരണം കോടതിക്ക് പുറത്ത് നടത്തിയ പരാമർശം എന്താണ് എന്ന് വീണ്ടും കോടതി ചോദിക്കുകയും ചെയ്തിരിക്കുന്നു.